Assalamualaikum. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ എളുപ്പത്തിൽ വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം പാൻ ചൂടായതിനു ശേഷം കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കരുത്, റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു സവോള ആഡ് ചെയ്യുക. സവോള ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. 3 മുട്ടയാണ്. 3 മുട്ട നമ്മൾ ഇതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല, അടിച്ചിട്ടൊന്നും ഇല്ല മുട്ട. 3 മുട്ട ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. മുട്ട ഒന്ന് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് അതിൻ്റെ ആ യെല്ലോ ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വേവിച്ച ചോറാണ്. സാധാരണയായിട്ട് നമ്മൾ വൈറ്റ് റൈസ് വേവിച്ചത് മിച്ചം വന്ന റൈസ് ആണെങ്കിൽ, ഇപ്പം ഇതിനു വേണ്ടി പ്രത്യേകം കുക്ക് ചെയ്യുന്നതാണെങ്കിൽ വൈറ്റ് റൈസ് സാധാരണയായിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ച ചോറാണ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തോട്ടെ. ചെറുതായിട്ടൊന്ന് കുക്ക് ആയതിനു ശേഷം നമ്മൾ റൈസ് ആഡ് ചെയ്യും. ഇപ്പം ഞാൻ വൈറ്റ് റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ വെച്ച ചോറാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടെക്സ്ചർ വരും. ഇനി നമ്മൾ റൈസ് കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മുട്ടയുടെ കൂടെ തന്നെ റൈസ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് റൈസ് നമ്മൾ ഇട്ടത് മിക്സായി വരുന്നതിൻ്റെ കൂടെ തന്നെ പെപ്പർ ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ച പെപ്പർ ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ, അപ്പോൾ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ. പെപ്പർ ഇട്ട് വഴറ്റുക. ഇനി അടുത്തത് ഇത് നെക്സ്റ്റ് ബാച്ച് റൈസ് ഇതേപോലെ ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം മിക്സ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ബാച്ച് റൈസ് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ വൈറ്റ് റൈസ് വേവിച്ചെടുത്തതാണ്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച വൈറ്റ് റൈസ്. അടുത്തൊരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ച് ഇട്ട റൈസ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അധികം ഇടുന്നില്ല, കാരണം കളർ ഒരുവിധം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് റൈസും കൂടെ, ഒരു സ്പൂൺ തികച്ചില്ല, 1 സ്പൂൺ റൈസും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ, അതിൻ്റെ ഓണിയനും ഗ്രീനും കൂടെ ചേർത്ത് അരിഞ്ഞതുണ്ട്, 2 ചെറിയ സ്പ്രിംഗ് ഓണിയൻ, അതും കൂടെ ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇത് എത്ര പെട്ടെന്നായെന്ന് നിങ്ങൾക്ക് കാണാം. ചോറ് നേരത്തെ ബാക്കി വന്ന ചോറാണെങ്കിലും അതിന് നോർമൽ ചോറായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ടിഫിൻ റെസിപ്പി ആയിട്ടും അല്ല പിള്ളേർക്ക് ഡയറക്റ്റ് ആയിട്ട് വലിയ കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ ചൈനീസ് ഫ്രൈഡ് റൈസിൽ ഇടുന്ന സോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഹെൽത്തിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.